ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1. ചേരിചേരാ നയം. 2. സമാധാനപരമായ സഹവർത്തിത്വം. 3. ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. 4. സ്വാശ്രയത്വം. ഓപ്ഷൻ സി 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം എന്നിവ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവയാണ്. എന്നാൽ സ്വാശ്രയത്വം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്വാശ്രയത്വം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. 20. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധം നടന്ന വർഷം 1939 മുതൽ 45 വരെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 2 ചേരികളാണ് ഉണ്ടായിരുന്നത്. 1 അച്ചുതണ്ട് ശക്തികൾ, 2 സഖ്യശക്തികൾ. അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടവയാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവയാണ് സഖ്യശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. ഹോമി ജഹാംഗീർ ബാബ ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവാണ് ഹോമി ജഹാംഗീർ ബാബ. എന്നാൽ ഡോക്ടർ രാജാരാമണ്ണ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവാണ് ഡോക്ടർ രാജാരാമണ്ണ. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. 23. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ജിലുമോൾ മാരിയറ്റ് തോമസ്.